എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. ഇന്ന് നമ്മളെല്ലാവരും ഒരു ഡേ ആയി ഫാദേഴ്സ് ഡേ എന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു. ഒരു സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ദൂര സ്ഥലത്തുള്ളവരാണെങ്കിൽ ഫാദറിനെ ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു ഡേ, എല്ലാത്തിനും ഒരു ഡേ ആയിട്ട് നമ്മൾ ഇന്ന് കണക്കാക്കുന്നു. ആ ഡേയിൽ മാത്രം ആലോചിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ആ ഡേയിൽ മാത്രം നമ്മൾ ആഘോഷിക്കാനുള്ളതാണോ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ എല്ലാവരുടെയും വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മളുടെ അമ്മയുടെ മുഖം, പിന്നെ ഫാദർ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു അമ്മയുടെ വിഷമങ്ങൾ ഒരുപക്ഷെ മക്കളോട് പറഞ്ഞു നിൽക്കും, അല്ലെ? പക്ഷെ നമ്മുടെ ഫാദറിനെ കുറിച്ച് അല്ലെങ്കിൽ ഫാദറിൻ്റെ വിഷമങ്ങൾ എപ്പോഴെങ്കിലും നമ്മളോട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് നമ്മളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ സ്ട്രെസ്സിലാണ് എന്ന് എപ്പോഴെങ്കിലും മക്കളോട് ഒരു ഫാദർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും നമ്മുടെയൊക്കെ ഫാദറിന് അത്തരമൊരു വിഷമം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അത്തരമൊരു ബുദ്ധിമുട്ടുകളിലൂടെ ആരും കടന്നു പോവാനിട്ടാണോ? എല്ലാ ഫാമിലിയിലും നമ്മൾ എന്താ പറയുക, ഗാർഡിയൻ അല്ലെങ്കിൽ കുടുംബനാഥൻ എന്ന് പറഞ്ഞ് നമ്മൾ പിതാവിന് ഒരു വലിയ സ്ഥാനം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും മക്കൾ ചോദിച്ചിട്ടുണ്ടോ, അതിന് ഓക്കെ, അതിന് ഹാവ് എനി സ്ട്രെസ്, എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എങ്കിൽ ഞങ്ങളോടൊന്ന് പറയൂ എന്ന്, അല്ലെങ്കിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൂടാം, അല്ലെങ്കിൽ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ്, ഞങ്ങളുണ്ട് കൂടെ എന്ന് എപ്പോഴെങ്കിലും ഒരു തളർന്നിരിക്കുന്ന ഫാദറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലാണ് നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ റോളുള്ളത്, അല്ലേ? വിഷമങ്ങൾ ഒരുപാട് പറയും ആര്? നമ്മുടെ അമ്മമാർ. പക്ഷേ ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഫാമിലിയുടെ സുഖം അല്ലെങ്കിൽ ഫാമിലിക്ക് വിഷമമാവും എന്ന് കരുതി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെയൊക്കെ അച്ഛന്മാർ. മക്കളുടെ പഠിത്തങ്ങളുടെ കാര്യമാണെങ്കിലും, ഒരു ഫാമിലി മെയിൻ്റനൻസിൻ്റെ സാമ്പത്തിക വശങ്ങളിലാണെങ്കിലും, ഫാമിലിയിലുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇവര് എപ്പോഴും എല്ലാ കാര്യങ്ങളും അലേർട്ടായി, പക്ഷെ അതിലുള്ള ടെൻഷനുകളൊന്നും ആരെയും പുറത്ത് കാണിക്കാതെ വളരെ സ്ട്രോങ് ആയ ഒരാളായി എന്തും നേരിടാൻ ധൈര്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു റോൾ മോഡലാണ് നമ്മുടെയൊക്കെ ഫാദർ. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ട്. വിഷമങ്ങളുണ്ട്, ടെൻഷനുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, ഒരു ട്രോമയിലായിപ്പെടും അവർ. അങ്ങനെ ഉള്ള അവര് ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതെപ്പോഴും തലയ്ക്കും ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു റിയാക്ഷനിലൂടെ അവർ നമ്മൾ മക്കളോട് പെരുമാറാനോ അവർ ശ്രമിക്കാറില്ല. ഒരാവശ്യവുമായി മുന്നോട്ട് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരിക്കലും അവർ പറയാറില്ല. നമുക്ക് നോക്കാം, നീ ട്രൈ ചെയ്യൂ, നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയാറുള്ളൂ. ആ നോക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ്. അത് സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഫാമിലിയിൽ ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള വഴി അവർ സ്വയം കണ്ടെത്തുന്നു. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊന്നും വകവയ്ക്കാതെ ഒരു ദിവസം പോലും ഒഴിവെടുക്കാതെ ജോലി ചെയ്യുന്ന അച്ഛന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. അവരുടെ പല ആവശ്യങ്ങളും അവർ വേണ്ടെന്ന് വെച്ചുകൊണ്ട്, എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ മക്കൾക്ക് വേണ്ടി എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുന്ന പല അച്ഛന്മാരും നമുക്കുണ്ട്. കൺസൾട്ടേഷന് വേണ്ടി നമ്മുടെ മുമ്പിലെത്തുന്ന പല ആളുകളും പറയുന്നത്, ഞാൻ എൻ്റെ
ജീവിതത്തിലെ മുക്കാലും അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കഴിഞ്ഞിട്ടും അവരെന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്ക് വേണ്ടി അവര് കുറച്ച് സമയം തരുന്നില്ല. എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ, എനിക്ക് വയ്യാതാവുമ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സംരക്ഷിക്കാൻ ആരും വരുന്നില്ല. അല്ലെങ്കിൽ അതിനവർക്ക് സമയമില്ല. ഈ സമയമില്ലാതെ ഒരു ബിസി ലൈഫിലേക്ക് അവർ പോകാൻ വേണ്ടി ഈ പറയുന്ന അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു മക്കൾ കുഞ്ഞുനാൾ മുതൽ വളർന്ന് വലുതായി അവരൊരു ഫാമിലി ആവുന്നത് വരെ അച്ഛനുള്ള റോള് അമ്മയ്ക്കുള്ളതിനേക്കാൾ ഏറെ എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അമ്മയ്ക്കില്ലെന്നല്ല, അമ്മയുടെ വശമൊന്ന് വേറെ, അച്ഛൻ്റെ വശമൊന്ന് വേറെ. സാമ്പത്തിക കാര്യങ്ങളും ഒരു കുട്ടിയുടെയും ഒരു ഫാമിലിയുടെയും സാമ്പത്തികപരമായ കാര്യങ്ങൾ എല്ലാം നോക്കാൻ ഒരു പടിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുതലാണ് ഇന്നത്തെ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അച്ഛന് ഉള്ളത്. അമ്മയ്ക്കും തുല്യ പദവിയുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എങ്കിലും നമുക്ക് അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ നമ്മൾ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ ഏറെ നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു ജീവിതം തന്ന, അത്യാവശ്യം മോശമില്ലാത്ത വിദ്യാഭ്യാസം തരുന്ന നമ്മുടെ ഫാദറിനെ നമുക്ക് എന്തൊക്കെയാണ് തിരിച്ചു നൽകാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ ജീവിത തിരക്കുകൾക്കിടയ്ക്ക് അവോയ്ഡ് ചെയ്യേണ്ടവരാണ് നമ്മുടെ ഫാദർ. ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കുന്ന ഫാദർ വീട്ടിലിരുന്നാൽ നമ്മളെന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന് വയ്യ, അതുകൊണ്ട് വീട്ടിലിരിക്കുന്നു. ഒരു ദിവസം ഞങ്ങളോടൊപ്പം കൂടൂ എന്ന് പറയുന്നത് എത്ര പേര് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും? ഒരു ദിവസം ഞങ്ങളോടൊപ്പം കൂടും. ഈ പറയുന്ന ഫാദറിനും ആഗ്രഹം ഉണ്ടാവും മക്കളോട് കൂടെ ഇരിക്കാൻ, പേരമക്കളോട് കൂടെ ഇരിക്കാൻ, അവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരെല്ലാ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടൂടെയാണ്. ഇനി നാട്ടിലില്ല, വിദേശത്ത് നിൽക്കുന്ന കുറേ ഫാദേഴ്സ് ഉണ്ടായിരിക്കും. അവരിത്രയും കഷ്ടപ്പെടുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന് പുറത്ത് പോയിട്ടാണെങ്കിൽ അവർ ഒരുപാട് സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ് കഴിയുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു വരുമ്പോൾ വളരെ കെട്ടലും മറ്റും ഒക്കെ വരുന്നു. പക്ഷെ അവരവിടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ എങ്ങനെയൊക്കെ അവർ സേവ് ചെയ്യാൻ പറ്റും. അവരിത്തിരി വളരെ കുറച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കുറച്ച് പിശുക്കിയൊക്കെ ജീവിച്ചിട്ടാണെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഞാനിവിടെ വളരെ സെറ്റപ്പിലാണ് അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ചുരുക്കൂട്ടുന്ന ഓരോ പണവും അവരാർക്ക് വേണ്ടിയാണ്? നാട്ടിലുള്ള നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ കുടുംബം അവർക്ക് കൊടുക്കേണ്ട ചില മിനിമം നീഡ്സ് ഉണ്ട്. എപ്പോഴെങ്കിലും അവരോട് അന്വേഷിക്കുക, അയ്യോ ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർക്ക് സന്തോഷം നൽകുന്ന, അവർക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് ഒരു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് തിരിച്ചറിയണം. ഏതൊക്കെ സന്ദർഭങ്ങളിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെൻ്റലി ഫിസിക്കലി എന്തൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങളെന്ന് നമ്മളെ ഇടയ്ക്കൊന്ന് അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്കും അത് വലിയൊരു ആശ്വാസം. അത്രയൊക്കെ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ കുറേ പണം വേണമെന്നോ എനിക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ വേണം, നിങ്ങളെ ഞാൻ ഇത്രയൊക്കെ വളർത്തിയതല്ലേ എന്നൊന്നും ഒരു ഫാദറും ഒരു മദറും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സ്നേഹം, അത് ആവശ്യമുള്ള സമയത്ത് ഒന്ന് കൊടുക്കുക. എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് വല്ലപ്പോഴും ഒരു അന്വേഷണം നടത്തുക. അവരോടൊപ്പം നമ്മളുമുണ്ട്, അവരുടെ വിഷമങ്ങളിൽ നമ്മളുമുണ്ട് എന്നറിയുമ്പോൾ, അവരുടെ ടെൻഷനുകൾ നമ്മളോട് പറയുമ്പോൾ അവരൊന്ന് റിലാക്സ് ആവും. നമുക്കറിയാം പല ആളുകളും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും അതേപോലെ മാരകമായ അസുഖങ്ങൾ വന്നിട്ടും ഒക്കെ റെസ്റ്റായിട്ട് വീട്ടിലിരിക്കുമ്പോൾ അവർക്കത് വല്ലാണ്ട് ഫീൽ ചെയ്യും. ഒരു സ്ത്രീ റെസ്റ്റായിട്ട് വീട്ടിലിരിക്കുന്ന പോലെ അല്ല ഒരു പുരുഷൻ, എസ്പെഷ്യലി അതൊരു വീടിൻ്റെ ഗൃഹനാഥനാവുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് മെൻ്റലി ഒരുപാട് സ്ട്രെസ്ഡാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹമുണ്ട്, പരിചരണയുണ്ട്, സുരക്ഷിതത്വ ബോധമുണ്ട്. ഇതൊക്കെ നമ്മൾ മക്കൾ എല്ലാവരും ചെയ്തു കൊടുക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. മക്കളിൽ നിന്ന് അവർ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, ഇടയ്ക്കുള്ള ഒരു സന്ദർശനം, കുറച്ചു നേരം അവരോടൊപ്പം ഇരിക്കുക, സുഖാന്വേഷണങ്ങൾ നടത്തുക,
ഇടയ്ക്ക് അവർക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ഒന്ന് അവരോടൊപ്പം കുറച്ച് സമയം ചെലവാക്കുക, അവരുടെ വിഷമങ്ങളിൽ നമ്മളും കൂടെ ഉണ്ടെന്ന് കരുതുക എന്നൊക്കെ അത്ര മാത്രമേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കകത്ത് നമ്മൾ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു ഡേ ആഘോഷിക്കുന്നതിന് പകരം നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അവർക്ക് അർഹമായ ഒരു സ്ഥാനം കൊടുക്കുക. വയ്യാതാവുന്ന അല്ലെങ്കിൽ പ്രായമാവുന്ന കാലഘട്ടം വരുമ്പോൾ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നത് അത്രയൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് മനസ്സിലാവണം, എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും എൻ്റെ കൂടെയുണ്ട്, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുണ്ട് എൻ്റെ കൈ ഒന്ന് പിടിച്ചു താങ്ങാനെന്ന് ഉള്ള ധൈര്യം നമ്മുടെ ഫാദറിന് മദറിനൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നും അവർക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ പ്ലഷർ അത് അവരുടെ ആരോഗ്യത്തിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. പ്രായം ആകുന്നത് അല്ലെങ്കിൽ വാർദ്ധക്യം വരുന്നത് പ്രായം കൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ പുറകിൽ ആരും നമ്മളെ സംരക്ഷിക്കാനില്ല എന്ന് തോന്നുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും. അതായത് മനസ്സിന് വയസ്സാവുമ്പോഴാണ്, മനസ്സിൽ ടെൻഷൻ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് വയസ്സായി തോന്നും. മനസ്സിന് വയസ്സായി തോന്നുമ്പോൾ അതെവിടേക്ക് എത്തും? നമ്മുടെ ശരീരത്തിനും വയസ്സായി തോന്നും. അല്ലാതെ 70 90 എന്നുള്ളത് ഒരു വയസ്സ്, അത് ബൈ നമ്പർ ഓൺലി. പക്ഷെ നമ്മൾ തനിച്ചായി പോയി, നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല, ഞാൻ എൻ്റെ അധ്വാനം മുഴുവൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെലവാക്കിയിട്ട് എനിക്കൊരു സഹായത്തിന് ആരുമില്ല എന്ന് തോന്നുമ്പോൾ അവർ വയസ്സായിപ്പോയി, അവർ മെൻ്റലി ഫിസിക്കലി ഒക്കെ അവർ വയസ്സായിപ്പോയി. അപ്പം അതവരെ വല്ലാതെ തളർത്തും. അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ എത്തിക്കരുത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ അമ്പലങ്ങളിൽ പോയി അല്ലെങ്കിൽ പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ദൈവത്തിന് എതിരായി പറയുകയല്ല. അതിനേക്കാൾ വലുത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. മാതാവിന് പ്രാധാന്യം ഒരുപാടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ ഒരു നല്ല ഫാമിലിയിൽ ജീവിച്ചാലാണ് ഒരു നല്ല ബന്ധങ്ങളിലേക്കും നമുക്കൊരു നല്ല ജീവിത നിലവാരവും ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള വഴി ഒരുക്കി തരുന്നത് മാതാവിനോടൊപ്പം തന്നെ ഒരു പടിക്ക് മുകളിൽ നമ്മുടെ ഫാദർമാർ തന്നെയാണ്, നമ്മുടെ അച്ഛന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് അമ്മയെ നമ്മൾ പല വഴിക്ക് നമ്മൾ അമ്മയെ സ്നേഹിക്കാം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അമ്മയോടൊപ്പം കുറേ സമയം നിൽക്കുന്നു. പക്ഷേ ഒരു അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ വളരെ കുറച്ച് സമയമാണ് ഫാമിലിയോടൊപ്പം അവർക്ക് ചിലവഴിക്കാൻ കിട്ടുന്നത്. അപ്പം അങ്ങനെ ചിലവഴിക്കാൻ കിട്ടുന്ന സമയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഫാദർ നമ്മളിൽ നിന്നും വിട്ടു നിൽക്കുന്നതല്ല, നമുക്ക് വേണ്ടിയാണ് ഫാദർ അത്രയും സമയം നമ്മളെ വിട്ടു നിൽക്കുന്നത്. നമ്മളെ കാണാനോ നമ്മളോടൊപ്പം ഇരിക്കാനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവർ സന്തോഷമായി കഴിയണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം എന്ന ഒരു തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ കൂടുതൽ നേരവും വീടിന് പുറത്ത് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം അതെല്ലാം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. പലതരം ജോലി ചെയ്യുന്ന അച്ഛന്മാർ പല ഫാമിലികളിലുണ്ടാവും. എല്ലാ ഫാമിലി കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കാൻ ചിലപ്പോൾ ഒരു അച്ഛന് കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അവരുടെ എല്ലാവരുടെയും ലെവൽ ബെസ്റ്റ് ആയിരിക്കും അവരവരുടെ മക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരേതറ്റം വരെയും അവർ എത്ര കഠിനാധ്വാനം ചെയ്യാനും ഒക്കെ തയ്യാറാവും. അപ്പോൾ എനിക്കതുകൊണ്ട് മറ്റേ ആൾക്ക് അത് ഇല്ല എന്നത് സങ്കടപ്പെടുകയല്ല വേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്നത് ഏറ്റവും ബെസ്റ്റാണ്, അല്ലെങ്കിൽ അവരുടെ മാക്സിമമാണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നും അവരോടൊപ്പം അവരുടെ കരുണയ്ക്ക് വേണ്ടി അവരെന്നും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി ഉള്ള ധൈര്യമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ആഘോഷിക്കുന്നതിലല്ല, നമുക്ക് ജന്മം തന്ന നമ്മുടെ ഫാദറിനെ എന്നും അവരുടെ മരണം വരെ നമ്മൾ അവരോടൊപ്പം തന്നെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിലാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു ഡേ ആയിട്ട് അത് ചുരുങ്ങി പോകരുത്. നമുക്ക് ഈ ഭൂമിയിൽ വരാനും ഇവിടെയൊക്കെ കാണാനും നമുക്ക് ഇന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത് ഫാദർ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്.
നമ്മുടെ ഫാമിലി നല്ല രീതിയിലായി പോകുന്നത് നമ്മുടെ ഫാദർ വിചാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ വയ്യാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം അവരോട് പെരുമാറേണ്ടത്. അതുപോലെ തന്നെ ഓരോ ഫാദറിനും ആഗ്രഹമുണ്ടാവും, മക്കൾ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് സ്നേഹിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം, എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവരാവണം എൻ്റെ മക്കൾ, എന്നേക്കാൾ ഉയർന്നവരാവണം എന്നാണ് ഏതൊരച്ഛനും ആഗ്രഹിക്കുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് ഏതൊരച്ഛനമ്മമാരും പ്രവർത്തിക്കുന്നത്. അപ്പം മക്കള് അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ വലുതാവുമ്പോൾ അവരൊരു മോശമായിട്ട് അവർക്ക് ഫീൽ ചെയ്യരുത്, അവരെ മോശമായി കണക്കാക്കാനും പാടില്ല. അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ അവരോടൊപ്പം ഇരിക്കുക. താങ്ക് യു.